എന്റെ ഫ്രെഡിൻ ചോൺഫിക്കായിരുന്നെങ്കിൽ കാണായിരുന്നു. സത്യം പറഞ്ഞ എന്റെ രക്തം തിളച്ചു വന്നതാ. പക്ഷെ അവൻ റോസിയുടെ ഭർത്താവാണെന്ന് ചോദിച്ചപ്പോ ഞാൻ തളർന്നു പോയി. റോസി, ആണുങ്ങളായ ഇത്രയ്ക്ക് പാവാൻ പാടില്ല. ഞാൻ അത്ര പാവമൊന്നുമല്ല. എടഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും കൊന്നിട്ട് ഞാൻ അവസാനിപ്പിക്കൂ. പിന്നെ എനിക്കൊരു വൃത്തിയുടെ സ്വഭാവം ഉണ്ട് റോസി. ചോര ചീറ്റിയ ആ ചോര കൊണ്ട് ഞാൻ മുഖം കഴുകുന്നേ. അതുകൊണ്ട് ഞാൻ എല്ലാം ക്ഷമിച്ചാടോ. ഇനി എന്നെങ്കിലും ഒരു ദിവസം അമാരന്റെ മുമ്പിൽ വരും. അന്ന് ഞാൻ കാണിച്ചു കൊടുക്കണ്ട് വൃത്തിയേട്ടവന്മാര്. ഈശ്വര, എത്രയും പെട്ടെന്ന് വന്നാ. ക്ലീറ്റസിനെ ഉപദ്രവിച്ചുകൊണ്ട് ഒരു പെണ്ണിന് അങ്ങനെ പോകാൻ പറ്റുമോ? പേടിക്കണ്ട, പെണ്ണുങ്ങൾ ഉപദ്രവിച്ചാ ക്ലീറ്റസ് അവരെ തിരിച്ചു ഉപദ്രവിക്കാറില്ല, സ്നേഹിക്കാറേ ഉള്ളൂ. നമുക്ക് സ്നേഹിക്കാം. മിസ്റ്റർ, നേരത്തെ ഞാൻ എല്ലാം ക്ഷമിച്ചു എന്ന് കരുതി വീണ്ടും വന്നിരിക്കാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ. ഞാനൊരു സത്യം പറഞ്ഞ നിങ്ങൾ ഞെട്ടരുത്. എന്റെ കരയില് 2 എണ്ണത്തിന് തല്ലിക്കൊന്നിട്ടാ ഞാൻ ഈ നാട്ടിലേക്ക് വന്നത് അല്ലേടോ. ഇനിയും എന്നെ കൊണ്ടായി ചെയ്യിക്കരുത്. മര്യാദക്ക് പോണതാ നല്ലത്. പോയില്ലെങ്കിൽ നീ എന്ത് ചെയ്യടാ? എന്ത് ചെയ്യുന്നോ കാണോടെ നിനക്ക്? ഒരു സൂത്രമുണ്ട്. റോസി ഇവിടെ കയറിക്കോ. ഞാനിവിടെ ഉണ്ട് കേട്ടോ. റോസി തൊടെ സമ്മതിക്കില്ല. അകത്തേക്ക് വിടില്ല ഞാൻ. മാറി നിൽക്കടാ. നമ്മള് രക്ഷപ്പെട്ടു. പടാ, എണീറ്റ് പോടാ. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി?